മലയാളത്തിലെ പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ് ഇ. സന്തോഷ് കുമാർ. സമകാലിക മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയരായ എഴുത്തുകാരിൽ ഒരാളായ അദ്ദേഹം തൃശൂർ ജില്ലയിലെ പട്ടിക്കാട് എന്ന സ്ഥലത്താണ് ജനിച്ചത്. അന്ധകാരനഴി, ദ്വീപ്, വാക്കുകൾ, അമല, പെരുങ്കളിയാട്ടം, നവയുഗ സിനിമ, തീവണ്ടി തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. 2012 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് അന്ധകാരനഴി. ഇതുകൂടാതെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 2024 നരകങ്ങളുടെ ഉപദ്വീപ് എന്ന കൃതിക്ക് വയലാർ അവാർഡ് തുടങ്ങിയ ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളെ ലളിതവും എന്നാൽ അഗാധവുമായ രീതിയിൽ അവതരിപ്പിക്കുന്ന രചനാശൈലിയാണ് സന്തോഷ് കുമാറിൻ്റേത്. ഇന്നത്തെ സമൂഹത്തിലും അസമത്വം ഇല്ലാതായിട്ടില്ല എന്ന് കാണിക്കുന്ന ഒരു കഥയാണ് ഇ. സന്തോഷ് കുമാറിൻ്റെ ഒരാൾക്ക് എത്ര മണ്ണ് വേണം. ദളിത് വാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ വായിച്ചെടുക്കേണ്ട ഒന്നാണ് ഈ കഥ. ജാതിയെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യവും ജാതിബോധം വളർത്തുക എന്ന പ്രക്രിയയും സമാന്തരമായി വികസിക്കുന്ന ഒരു സമൂഹസ്ഥിതിയാണ് നിലവിലുള്ളത്. സമൂഹത്തിൽ കീഴാള വിഭാഗത്തിന് വേണ്ടിയുള്ള പ്രതിരോധ ശ്രമങ്ങൾ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരമൊരു രാഷ്ട്രീയ വ്യാപിപ്പിക്കലാണ് ഒരാൾക്ക് എത്ര മണ്ണ് വേണം എന്ന കഥ. സംസ്കൃത പണ്ഡിതനായ കുഞ്ഞിക്കോരു മാസ്റ്ററാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. കുഞ്ഞിക്കോരു മാസ്റ്റർക്ക് സംഭവിച്ച ദുരവസ്ഥയാണ് ഈ കഥയുടെ പ്രമേയം. വേദങ്ങളിൽ അപാരമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ മരിച്ചു കഴിഞ്ഞ് ശവമടക്കാൻ സ്ഥലം കിട്ടാതെ തൻ്റെ ചെറിയ വീടിൻ്റെ അടുക്കളയിൽ അദ്ദേഹത്തെ അടക്കുകയായിരുന്നു. ദളിതനായതുകൊണ്ട് അർഹിച്ച അംഗീകാരം അദ്ദേഹത്തിന് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. മീൻ പാചകം ചെയ്ത് കഴിക്കാറുള്ള വീട്ടിലിരുന്ന് ഋഗ്വേദം പരിഭാഷപ്പെടുത്തിയിരുന്ന കുഞ്ഞിക്കോരു മാസ്റ്ററെ വരേണ്യവർഗം വേണ്ടത്ര അതുകൊണ്ട് ബഹുമാനിച്ചിരുന്നുമില്ല. പനി ബാധിച്ച് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്നതിൻ്റെ 3-ാം ദിവസം വെളുപ്പിന് പണ്ഡിറ്റ് കുഞ്ഞിക്കോരു മാസ്റ്റർ മരിക്കുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത വാർഡിലെവിടെയും ഒരു ചലനവും ഉണ്ടാക്കിയിരുന്നില്ല. ആശുപത്രിയിൽ പരിചരണത്തിന് നിന്നിരുന്ന പേരക്കുട്ടിയും ദളിത് കോൺഗ്രസിൻ്റെ യുവ നേതാവുമായ സുനീഷ് തൈക്കാടനാണ് മരണവിവരം വേണ്ടപ്പെട്ടവരെ ഫോണിൽ വിളിച്ച് അറിയിക്കുന്നത്. എന്തായിരുന്നു കുഞ്ഞിക്കോരു മാസ്റ്ററുടെ മഹത്വം എന്ന് തുടർന്ന് കഥയിൽ പറയുന്നു. ഓടും തകരയും പനമ്പട്ടയും ഒക്കെ ചേർത്ത് നിർമ്മിച്ച ഒരു ചെറിയ വീട്ടിൽ ഇരുണ്ട മൂലയിൽ പകൽ മുഴുവനും രാത്രികാലങ്ങളിൽ അടുക്കളയിലെ ഇളകിയാടുന്ന മരബെഞ്ചിലിരുന്നും ഋഗ്വേദം തർജ്ജമ ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം മീൻ കഴിക്കാറില്ലായിരുന്നു. സ്വകാര്യമായി ഒരിടം ആ വീട്ടിൽ ഇല്ലായിരുന്നു. ചെറിയ ഒരു ഇറയം ഉണ്ടായിരുന്നത് റോഡിൻ വികസനത്തിന്റെ ഭാഗമായി ഇല്ലാതാവുകയായി. പിന്നീട് മാസ്റ്റർ കണ്ടുപിടിച്ച സ്ഥലം അടുക്കളയായിരുന്നു. മരണാനന്തരം പൊതുദർശനത്തിന് വെക്കാനുള്ള സ്ഥലം അന്വേഷിക്കുന്നുണ്ട് കഥയിൽ. ആദ്യം സമ്മതിച്ചവരെല്ലാം പിന്നീട് ഒഴിഞ്ഞു മാറുകയുണ്ടായി. പാർട്ടി ഓഫീസിൻ്റെയും സ്കൂളിൻ്റെയും മുന്നിൽ വരെ മൃതദേഹവുമായി ആംബുലൻസ് പോയി. ഒടുവിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ പ്രാർത്ഥനാ ഹാൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അവസാന ചടങ്ങുകൾക്കായി ലഭിക്കുന്നത്. MLA ഒക്കെ റീത്ത് സമർപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ശവം സംസ്കരിക്കുന്നതിന് ഇടം കിട്ടുന്നില്ല. ഒടുവിൽ പാതവക്കത്തെ പൈപ്പിന് മുന്നിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് തീരെ കുടുസായിരുന്ന അടുക്കളയിൽ തന്നെ ശവമടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതമനുസരിച്ച് 6 അടി മണ്ണ് തന്നെ വേണ്ടിയിരുന്നില്ല. സമൂഹത്തിൽ കഴിവുകൊണ്ട് ഔന്നത്യത്തിലെത്തിപ്പെടേണ്ട കുഞ്ഞിക്കോരു മാഷിൻ്റെ മരണാനന്തരം സംഭവിച്ച ദയനീയമായ അവസ്ഥയാണ് കഥയിലൂടെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നത്.